1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് ആഹ്വാനം ചെയ്ത പാളയം ഇമാം VP സുഹൈബ് മൗലവി ഇത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവിഷ്കാരത്തിനുള്ള സമയമാണെന്നും ഇമാം ഓർമ്മിപ്പിച്ചു. ാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. നമ്മുടെ മസ്ജിദുകളും വീടുകളുമെല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജിബിൻ, മതസൗഹാർദ്ദത്തിനപ്പുറം മാനവികതയുടെ വലിയ സന്ദേശം കൂടിയാണ് ഇമാം പങ്കുവയ്ക്കുന്നത്, അല്ലേ? അത് തന്നെയാണ്. കാരണം ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഏറ്റവും അധികം ഒരുക്കി കൊടുക്കുന്നത് ഒന്ന് ഈ പാളയം പള്ളി, അതുപോലുള്ള മസ്ജിദുകൾ, മറ്റൊന്ന് ഈ പാളയത്ത് തന്നെയുള്ള ക്രിസ്തീയ ദേവാലയങ്ങളാണ്. അതായത് ഇവിടെ ഒരു മത സൗഹാർദ്ദത്തിന്റെ മാതൃക തന്നെ കാട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങൾ. അതേ കാര്യം തന്നെയാണ് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന്. അതായത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, അവരുടെ കൂടിയെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ മൗലവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മസ്ജിദുകളുടെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കണം. മസ്ജിദുകൾക്ക് സമീപത്തുള്ള വീടുകൾ, ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടുകൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എത്തുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ വാതിലുകൾ തുറക്കപ്പെടണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ പാളയം ഇമാം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കാരണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. കാരണം ഇവിടെ എത്തുന്നവർ ഈ ഒന്നുകിൽ 1-2 ദിവസം മുമ്പ് അല്ലെങ്കിൽ അന്ന് ഈ പൊങ്കാലയുടെ അന്ന് രാവിലെ തന്നെ അവർ എത്തുന്നതാണ്. അപ്പോൾ ഈ വെയിലിന്റെ സമയത്തൊക്കെ കുടിവെള്ളം അവർക്ക് ഏറ്റവും അത്യാവശ്യമായി വരുന്ന സമയമാണ്. പക്ഷേ അവർക്ക് ഈ പൊങ്കാല ഇടാനായി എത്തുന്ന അമ്മമാർക്ക് കൃത്യമായി കുടിവെള്ളം, അവർക്ക് വേണ്ട അവശ്യ ഭക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പാളയം പള്ളികളാണ്. പ്രത്യേകിച്ച് പാളയം ഈ ഇമാമായിട്ടുള്ള മുസ്ലിം പള്ളിയും അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളുമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയും ചെയ്തത്. എന്തായാലും ഇതൊരു മാതൃക തന്നെയാണ്. കാരണം ഒരു സിനിമയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ വിവേചനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള മാതൃകകൾ പുറം ലോകത്തേക്ക് എത്തിക്കണമെന്ന് ഇപ്പോൾ ഒരു ഇമാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്നത് കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ഇമാമിന്റെ പ്രതികരണം. ജിബിൻ JB ആണ് വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.